ഹണി ട്രാപ്പ് വിഷയത്തിൽ ചിറ്റൂർ ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ് വരുന്നത്. അതിലേക്ക് അയാളെ വീട്ടിൽ തന്നെയാണ്. അയാളെ അസുഖബാധിതനാണ്, കാലിൽ വ്രണവും മുറിവൊക്കെ ആയിട്ട് അസുഖബാധിതനാണ്. അപ്പോൾ അത് പോലീസ് സർവൈലൻസ് ഇട്ടിട്ട് ആവശ്യമായ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഉദ്ദേശം എങ്ങനെയാണ്? പ്രധാന പ്രതി ജിതിൻ തന്നെയാണോ? അല്ല, മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഈ പ്രജീഷ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് ഈ മന്ത്രവാദി അല്ലാതെ പൂജാരിയെ കൊണ്ടുവന്നിട്ടുള്ളത്, ജോത്സനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പ്രജീഷിന് മുഖ്യ റോളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുൻപ് മർഡർ കേസിലൊക്കെ 2013 മർഡർ കേസിലൊക്കെ പ്രതിയാണ് ഈ പ്രജീഷ്. അപ്പോൾ അവരെ ഇവിടെയൊക്കെ നേതൃത്വത്തിൽ ഒരു കൂടാതെ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ജിതിൻ എന്ന് പറഞ്ഞ ആൾക്ക് 2 കേസുണ്ട്. പ്രധാനപ്പെട്ട കേസല്ല. ഈ അറസ്റ്റായ ലേഡിക്ക് നിലവിൽ കേസുള്ളതായിട്ട് അറിവായിട്ടില്ല. അങ്ങനെ നമ്മുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് അത്തരത്തിൽ കേസുള്ളതായിട്ട് അറിവായിട്ടില്ല. അങ്ങനെയാണ് അന്വേഷണം മനസ്സിലായിട്ടുള്ളത്. അത് അതിനെപ്പറ്റി ഇവർ തന്നെ നമ്മുടെ പ്രതീക്ഷ ഉൾപ്പെടുന്ന ആളുകൾ ഇവരെല്ലാം കൂടെ സംഘടിച്ച് വിളിച്ചു വരുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉണ്ടെന്നാണ് മനസ്സിലാക്കുക. അതെ, ഒരു ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു ലേഡിയുടെ ഇതിനകത്തുള്ളതായിട്ട് പറയുന്നുണ്ട്. ദിവ്യ എന്ന് പറഞ്ഞ ലേഡിയുടെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ലേഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഉള്ളതായിട്ട് പറയുന്നുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ. അത് അവരവിടെ നിന്ന് പോയി. ഇത് ഈ സംഭവം ഉണ്ടായ ചിറ്റൂർ ഡിവൈഎസ്പി ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പറയുകയാണ്. അപ്പോൾ കുറേ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ലഭിക്കാനുണ്ട്. ആ ഉത്തരങ്ങളൊക്കെ ഉടൻ ലഭിക്കും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും ശ്രീജിത് ശ്രീകുമാരൻ.